ഒരു ഡിസേർട്ടാണ്, ഒരു നല്ല ചോക്ലേറ്റ് ബ്രൗണീസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് പിന്നെ ഇടുന്നുണ്ട്, അത് വേണ്ടാന്ന് വെച്ചാൽ മതി. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, എല്ലാ തരത്തിലുമുള്ളത്, ഡിഫറെൻറ്റ് ക്യൂസീൻസ്. അപ്പോൾ അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനകത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇടാം. അത് സെമി സ്വീറ്റ് ചിപ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മൈക്രോവേവിൽ വെച്ചൊന്ന് അലിയിക്കാൻ പോവുകയാണ്. ഇനി അതല്ല എങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ പുറത്ത് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിനകത്ത് ഇത് വെച്ചതിന് ശേഷം നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലും ഇത് അലിഞ്ഞു കിട്ടും. ആ ചോക്ലേറ്റ് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടത്. എല്ലാവരും വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രൗൺ പഞ്ചസാരയാണിത്, ഇത് പൊടിച്ചതാണ് നന്നായിട്ട്. ഇതിലേക്ക് വാനില എസൻസ് ഒഴിക്കാം. വീണ്ടും അത് മിക്സ് ചെയ്യാം നല്ലപോലെ. ഈ പൊടിച്ച പഞ്ചസാര വാങ്ങിയാലും അതിനങ്ങനൊരു കട്ട കെട്ടിയായിരിക്കുന്നതെങ്കിൽ അതൊന്ന് വിപ്പിലിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് അതിൻ്റെ കട്ട മാറ്റിയതിന് ശേഷമേ ചേർക്കാവൂ. ഇനി അതിലേക്ക് നമുക്ക് ഓരോ മുട്ട ചേർക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. നമുക്ക് മുട്ട ആദ്യമേ ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടിയിടാം, അതുപോലെ തന്നെ കൊക്കോ പൗഡറും ഇടാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇടാം. നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഉപ്പിടണ്ട, അല്ലെങ്കിൽ ഉപ്പിടണം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബാറ്റർ ശരിയായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ചോക്ലേറ്റ് ചിപ്സ് ഇട്ടാൽ മതി. അത് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ നല്ലത്. ഏത് ചോക്ലേറ്റ്സ് ആണോ ഇഷ്ടം അത് ചേർക്കാം. ഡാർക്ക് ആണെങ്കിൽ നല്ലത്. ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതും കൂടെ അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബ്രൗണിക്കുള്ള ബാറ്റർ റെഡിയാണ്. ഇനി ബേക്കിംഗ് പാനിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചാലും മതി, അതല്ല എങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് എല്ലാ സൈഡിലും ബാറ്റർ പരത്തിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. തന്നെ നല്ലതാണ്, പക്ഷേ വാനില ഐസ്ക്രീമിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഡിസേർട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് അവനിലേക്ക് വയ്ക്കാം. ഇതിന് എത്ര സമയം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞേക്കാം എത്ര മിനിറ്റ് എടുത്തു എന്നുള്ളത്. 45 മിനിറ്റ് വെച്ചിരുന്നതാണ്. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വയറാക്കിലോട്ടൊന്ന് വെച്ച് ഞാൻ അതൊന്ന് തണുത്തോട്ടെ. സൈഡെല്ലാം വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. ഇതിൻ്റെ കൂടെ വാനില ഐസ്ക്രീം അതുപോലെ ബനാന കട്ട്സൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാവുന്ന ഒരു സൂപ്പർ ഡിസേർട്ടും കൂടിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.